അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും പുറത്ത് ഇന്ന് വടശ്ശേരിക്കര വരെ ഒന്ന് പോവാണ്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ ഇന്ന് ന്യൂസിനകത്ത് എല്ലാവരും കണ്ടുപോലെ KSRTC സ്പെഷ്യൽ സർവീസ് ഉണ്ടല്ലോ, അപ്പം അതും ഒന്ന് ട്രയൽ റൺ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ എനിക്ക് വേറൊരു ആവശ്യമുണ്ട് വടശ്ശേരിക്കരയിൽ. സോ ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ദേ, ചെക്ക് ആൻഡ് ഗെറ്റ് ദി ഇൻഫർമേഷൻ ഫ്രം ദേ. അതിനും കൂടിയാണ് പോകുന്നത്. സോ നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ. എനിക്കറിയത്തില്ല എത്ര പേര് നമ്മളെ കൂടെ ബാഗ് കൊണ്ടുപോകുമ്പം മെഡിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പൊതുവെ കൊണ്ടുവന്ന എൻ്റെ മെയിൻ ഐറ്റമാണ്, മെഡിക്കൽ കിറ്റിനകത്ത് ഒരു ഐറ്റമാണ് ഈ അമൃതാഞ്ജൻ. കാരണം എപ്പോൾ തലവേദന വരും, എപ്പോൾ ഛർദ്ദിൽ വരും എന്നൊന്നും പറയാൻ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഈ ഒരു അമൃതാഞ്ജൻ കൂടെ കാണും. അതുകൊണ്ട് അപ്പം ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു പുതിയ സ്റ്റിച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ റേറ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങളവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ട്. അതേപോലെ തന്നെ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിക്കണമെന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വടശ്ശേരിക്കലോട്ട് വന്നപ്പോൾ നമുക്ക് ഫ്രീ ബസ്സൊന്നും കിട്ടിയില്ല. അത് നേരത്തെ പോയായിരുന്നു. അതായത് ഞങ്ങൾ വരുന്നതിൻ്റെ ജസ്റ്റ് 2 മിനിറ്റ് മുന്നേ പോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അതിലോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നയൻതാരയിൽ കയറി. ഞങ്ങൾക്കൊരു മൂക്കുത്തി നോക്കണമായിരുന്നു. അപ്പോൾ അന്നേരം എനിക്കിഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു, ഈ കീച്ചൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെർഫ്യൂമൊക്കെ നോക്കുമായിരുന്നു. ഏകദേശം വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കതിനകത്ത് നല്ലൊരു ലൈറ്റ് സ്മെല്ലുള്ളൊരു പെർഫ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ബസ് കിട്ടി. ഞങ്ങളിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിപൊളിയൊരു നാരങ്ങ, ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് നാരങ്ങ കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.